ഒരു കാല് പുറകോട്ട് വെക്കുന്നത് രണ്ട് കാല് മുമ്പോട്ട് വെക്കാൻ വേണ്ടിയാ. ഒരു കുഴി കാണുമ്പോൾ ഒരു കാല് പുറകോട്ട് വെക്കും. ആ SIT അത് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ തന്ത്രി അറസ്റ്റ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ തെളിവുകളുമായിട്ടാണ് നിൽക്കുന്നത്. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. അവരാവർത്തിച്ച് പറഞ്ഞാലും ശരി, രാഷ്ട്രീയ മുതലെടുപ്പിന്റെ പേര് മാത്രമാണ് മറ്റ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് SITക്കെതിരെ അല്ലെങ്കിൽ ഹൈക്കോടതിക്കെതിരെ. ഇതെല്ലാം ഹൈക്കോടതിക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ്. ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എടുക്കാൻ ശ്രമിക്കുന്നില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് UDFും BJP ആണ്. അവർക്ക് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് എന്താ? അവരെന്തിനാ തന്ത്രി എത്ര കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര പ്രൊട്ടക്ട് ചെയ്യുന്നത്? BJP പോയപ്പോൾ നമുക്ക് മനസ്സിലായി തന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ യുക്തി എന്താ നമുക്ക് മനസ്സിലായി. BJP തന്ത്രിയുടെ വീട്ടിൽ ചെല്ലുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. എപ്പോ? ഇത് കിട്ടുമ്പോഴല്ല, ഈ ജാമ്യം കിട്ടുമ്പോഴല്ല, അതിനു മുമ്പേ ചെന്ന് ആശംസ അർപ്പിച്ചു. കോൺഗ്രസ് ഈ അടുത്ത സമയത്തും പറഞ്ഞു, 2 ദിവസം മുമ്പ് അവർ പറഞ്ഞു തന്ത്രി കുറ്റക്കാരനല്ല, നിങ്ങൾ തീർത്ത് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതി മറ്റുള്ളവരും ഇന്നത്തെ ചർച്ചയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? തന്ത്രി പൂർണ്ണമായി കുറ്റവിമുക്തനാണ്. അവർ കൊണ്ടെത്തിക്കേണ്ടത് CPMന്റെ പുറത്താണ്. പക്ഷെ അവരുടെ നേരെ ചൂണ്ടുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല. ആരാണ് സോണിയാഗാന്ധിയുടെ മുമ്പിൽ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്? കൊണ്ടുകൊടുത്ത സമ്മാന പൊതി എന്താണ്? 3 പേര് ഒരു ഫ്രെയിമിൽ എങ്ങനെ വന്നു? കൊള്ള നടത്തിയവൻ, വിറ്റവൻ, വാങ്ങിച്ചവൻ. ഇതിന് 100 ചോദ്യം പറയാം. നിങ്ങൾ CPM മുദ്ര കുത്തുന്നത് തന്ത്രി പെരുങ്കളനാണ് എന്നാണ്. ഈ വാജി വാഹനം കൊണ്ടുപോയതിന്റെ തുടർന്നാണോ നിങ്ങൾ പെരുങ്കളനാക്കിയത്? അങ്ങനെയെങ്കിൽ അന്നത്തെ ആ വാജി വാഹനം കൈമാറുന്ന ചടങ്ങിൽ CPMന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ ആചാരപരമായിട്ടായിരുന്നു അന്ന് വാജി വാഹനം കൈമാറുകയും ചെയ്തത്. ദിവ്യ ഇതിനെ സമീകരിക്കാൻ ശ്രമിച്ചാലുള്ള അപകടം എന്താ അറിയോ? ദേവസ്വം ബോർഡിൽ 3 പേര്, ഞാൻ ക്ലിയർ ചെയ്യാതെ 2 പേർക്കാണ് അവിടെ പരിപൂർണ അധികാരം. കാരണം UDFന്റെ കാലത്ത് 3 പേരെ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒഴിവ് വന്നപ്പോൾ LDFന്റെ കാലം വരുന്നു, LDF ഒരാളെ പോസ്റ്റ് ചെയ്യുന്നു. ദേവസ്വം ബോർഡിന്റെ മിൻസിനകത്ത് വാജി വാഹനം തന്ത്രിക്ക് കൊടുക്കാൻ ബോർഡ് തീരുമാനിച്ചിട്ടില്ല. ഇതൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ കൊടിമരത്തിൽ നിന്ന് അഴിച്ചിട്ട് തന്ത്രിക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ മറ്റൊരു പൂജാരി അവിടെ നിൽപ്പുണ്ട്, വേറൊരു ശാന്തിക്കാരൻ. അദ്ദേഹം പറയുകയാണ് ഇത് കൊടുക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്ത്രി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ആ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അവിടെ ദേവസ്വം ബോർഡിന്റെ ഇടതംഗത്തിന്റെ റോളില്ല. കാരണം ഇവർ 2 പേരും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പിന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത് ഈ കൊടിമരം എന്തിനാ പൊളിച്ചു പണിഞ്ഞെന്നുള്ളത്. 2 കാര്യത്തിന് വേണ്ടി. ഒന്ന്, വാജി വാഹനം നിലവിലുള്ള കൊടിമരത്തിൽ നിന്ന് മാറ്റിയാൽ അത് പുനഃസ്ഥാപിക്കാൻ പറ്റില്ല, അത് എടുത്തോണ്ട് പോകണം, നശിപ്പിക്കണം. അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നശിപ്പിക്കണം. അതാണ് പഴയ ആചാരം. പുതിയ ആചാരം അനുസരിച്ച് കൊടുത്തുവിടേണ്ട, ദേവസ്വം ബോർഡിന്റെ സ്റ്റോറിൽ സൂക്ഷിക്കാനാണ് ദേവസ്വം ബോർഡ് ഉത്തരവ്. ഇത് തെറ്റിദ്ധരിപ്പിച്ചാണ് ഹൈക്കോടതി കമ്മീഷനെ കൊണ്ട് അവിടെ റിപ്പോർട്ട് കൊടുപ്പിച്ചത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൊടിമരത്തിന് വേണ്ടി 3.25 കോടി രൂപ ഒരു കമ്പനി സഹായിച്ചു, CSR ഫണ്ട് കൊടുത്തു. അത് നിലനിൽക്കുമ്പോൾ 100 കണക്കിന് പവൻ വേറെ സമ്പാദിച്ചു. അതിന് റെസിപ്റ്റ് ഇല്ല, അതിന് തെളിവില്ല. അത് സമ്പാദിച്ചു എന്നുള്ളത് കൊടുത്തവർ തന്നെ പറഞ്ഞു. എത്ര സ്വർണം ആരും പറയുന്നില്ല. ജീവിച്ചിരിപ്പുണ്ട് ശ്രീ അജയ് തറയിൽ. പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചു പോയി. ജീവിച്ചിരിപ്പുള്ള ആൾ മറുപടി പറയുന്നില്ല. ആ പ്രശ്നമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുൻകാല ചർച്ചകളിൽ, ദിവ്യയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, മീഡിയ വണ്ണിന്റെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഞാൻ പറഞ്ഞു 2019, 2025 അല്ല വിഷയം. 2019, 2025 എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്രയും അത് പുറകോട്ടും പോകുമെന്ന് പറഞ്ഞു.